സോഷ്യൽ സയൻസിലെ ആദ്യ പാർട്ടാണ് നമ്മളിന്ന് വായിച്ചു തുടങ്ങുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ട് ഏറെ വിശദമായ ഓപ്ഷൻസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സമയത്ത് നമ്മൾ കൂടുതലായിട്ടും പാഠപുസ്തകം നന്നായിട്ട് വായിക്കേണ്ട ഒരു ആവശ്യകത വന്നിട്ടുണ്ട്. അപ്പോൾ പാഠപുസ്തകത്തിൽ എത്രത്തോളം വിശദമായിട്ട് കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അതെല്ലാം വായിച്ചെടുക്കേണ്ടത്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന പോലെ വളരെ വിശദീകരിച്ച രീതിയിൽ തന്നെ എല്ലാ ഭാഗങ്ങളും പഠിക്കേണ്ട ഒരു ആവശ്യകത വന്നിട്ടുണ്ട്. മുമ്പൊക്കെ പഠിച്ച പോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അങ്ങനെ പഠിച്ചു പോകേണ്ട രീതി മാറ്റേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരു അവസരത്തിലാണ് ഈ പാഠപുസ്തകം വായിക്കാമെന്നൊരു അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ കാണുന്നവർ, ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വായിച്ചു തുടങ്ങാം. ഇത് സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഉള്ളടക്കമാണ് തന്നിട്ടുള്ളത്. ഇതിൽ പറഞ്ഞിട്ടുള്ള ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ നമ്മുടെ LDC മെയിൻസിൽ ആദ്യ ഭാഗത്ത് തന്നെ ഹിസ്റ്ററിയിൽ തന്നെ വരുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ നമുക്ക് വായിച്ചു തുടങ്ങാം. അപ്പോൾ അധ്യായം 1 ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. കുമാരനാശാന്റെ ഒരു ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള വരികൾ രേഖപ്പെടുത്തിയ ഫലകമാണ് ചിത്രത്തിൽ. അതായത് ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. അതിലെ വരികൾ കുമാരനാശാന്റെ ഉദ്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള വരികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വരികളൊന്ന് പഠിച്ചിട്ട് ഇത് ഏത് കവിതയിൽ നിന്ന്, ആരുടെ കവിതയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാമല്ലോ. അപ്പോൾ സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് പ്രതിയേക്കൾ ഭയാനകം. ഇതാണ് കുമാരനാശാന്റെ ഉദ്ബോധനം എന്ന കവിതയുടെ വരികൾ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പം ഇങ്ങനെ ഒരു വരികൾ കാണുമ്പോൾ ഇത് ആരുടെ കവിത, ഏത് കവിത എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് അതിന് ഉത്തരം നൽകാൻ കഴിയും. മനുഷ്യ ജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈ വരികൾ ഓർമ്മപ്പെടുത്തുന്നു. നാം ഓരോരുത്തരും നിത്യജീവിതത്തിൽ എന്തെല്ലാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. എല്ലായിടത്തും സ്വാതന്ത്ര്യം. അങ്ങനെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം നവോത്ഥാനമാണ്. നവോത്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. 9ാം ക്ലാസ്സിലൊക്കെ നമ്മൾ നവോത്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നവോത്ഥാനം മനുഷ്യന്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും ഉണ്ടാക്കിയ മാറ്റങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അത് മാനവികത വരുന്നുണ്ട്, ശാസ്ത്രബോധം വരുന്നുണ്ട്, അതേപോലെ വിദ്യാഭ്യാസത്തിലും എല്ലാ കാര്യത്തിലും നവോത്ഥാനം നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നൽകിയിട്ടുണ്ട്. യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ നവോത്ഥാനത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഈ പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യനെ പ്രേരിപ്പിച്ചു. നവോത്ഥാനത്തിന്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിന് രൂപം നൽകി. നവോത്ഥാനത്തിന്റെ ഫലമായിട്ട് യൂറോപ്പിൽ രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് ജ്ഞാനോദയം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ആരാണ്? ജ്ഞാനോദയ ചിന്തകരാണ് കേട്ടോ. അപ്പോൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത. ഇതിലൊന്ന് മാറ്റിയിട്ടും വേറെ ഉൾപ്പെടുത്തിയിട്ടും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഈ 4 നമുക്ക് നന്നായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത എന്നീ ആശയങ്ങളാണ് ജ്ഞാനോദയം പ്രചരിപ്പിച്ചത്. അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങൾക്ക് ഇത് പ്രചോദനം നൽകി. ഈ എതിർപ്പുകൾ പല നാടുകളിലും ജനകീയ വിപ്ലവമായി വികസിച്ചു. അത്തരം ചില വിപ്ലവങ്ങളെയും അവയുടെ ഫലങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ യൂറോപ്പിൽ ശാസ്ത്ര രംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ഭൗതികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. ജ്ഞാനോദയം എന്ന ഭൗതികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് യൂറോപ്പിലെ ശാസ്ത്ര രംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ്. അതിൻ്റെ ആശയങ്ങൾ ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യം, ജനാധിപത്യം, ദേശീയത, സമത്വം. നമുക്ക് ആദ്യത്തെ വിപ്ലവത്തിലോട്ട് പോകാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം.
പതിനെട്ടാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങൾ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഓക്കെ, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് ലോക വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇത് എഴുതിയതാണ് ജെയിംസ് ഓട്ടിസ് ആണ് ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത്. അപ്പോൾ ഇതിലൂടെ എന്താണ് പറയുന്നത്? ഭരണ പങ്കാളിത്തം വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്, അല്ലെ? പ്രാതിനിധ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭരിക്കുന്ന സംഘടനയിൽ, അതായത് സർക്കാരിൽ ജനങ്ങൾക്ക് പങ്കാളിത്തം വേണം, അല്ലാതെ സ്വേച്ഛാധിപത്യം അവിടെ സ്വേച്ഛാധിപത്യ രീതിയിൽ അവിടെ ഭരിക്കാൻ കഴിയില്ല. അതിൽ ജനങ്ങൾക്കും കൂടെ പങ്കാളിത്തം വേണമെന്നാണ് ഈ മുദ്രാവാക്യത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ഇത് തയ്യാറാക്കിയത് ജെയിംസ് ഓട്ടിസ് എന്ന അമേരിക്കക്കാരനാണ്. ഓക്കെ, അപ്പോൾ ഇതിലൂടെ ആവശ്യപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭരണ പങ്കാളിത്തമാണ്. ശക്തമായ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് അമേരിക്കൻ ജനത ഈ മുദ്രാവാക്യം ഉയർത്തിയത്. അതിനിടയ്ക്ക് സാഹചര്യം എന്താണെന്ന് നമുക്കിനി വായിക്കാൻ പോകുന്നത്. 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറി പാർക്കാൻ തുടങ്ങിയത് 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽക്കാണ്. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിന്റെ പ്രധാന ലക്ഷ്യം. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ ഇംഗ്ലണ്ട് 13 കോളനികൾ സ്ഥാപിച്ചു. ആ കോളനികളാണ് ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. അതൊക്കെയാണ് ന്യൂ ഹാംഷെയർ, മസാച്യുസെറ്റ്സ്, റോഡ് ഐലൻഡ്, കണക്റ്റിക്കട്ട്, ന്യൂജേഴ്സി, ഡെലാവെയർ, മേരിലാൻഡ്, കരോലിന, നോർത്ത് കരോലിന, സൗത്ത് കരോലിന, ജോർജിയ. ഇങ്ങനെ ഈ ഇടങ്ങളിലെല്ലാം 13 ഇംഗ്ലീഷ് കോളനികൾ, അത് വടക്കേ അമേരിക്കയിൽ യൂറോപ്യർ വന്നിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. 1492 സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. ആദ്യമായിട്ട് ക്രിസ്റ്റഫർ കൊളംബസ് എന്നാണ്, സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനാണ് ക്രിസ്റ്റഫർ കൊളംബസ്. അദ്ദേഹം 1492 വടക്കേ അമേരിക്കയിൽ എത്തുന്നത്. അന്ന് അവിടെ കണ്ട ജനങ്ങളെ അദ്ദേഹം വിളിച്ചത് ഇന്ത്യക്കാർ എന്നാണ്. കാരണം അത് ഇന്ത്യയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇന്ത്യക്കാർ എന്ന് വിളിച്ചത് കേട്ടോ. അപ്പോൾ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ മെഫ്ലർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. ആദ്യമായിട്ട് വടക്കേ അമേരിക്കയിലേക്ക് വന്നത് ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് എന്ന സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനാണ്. അത് 1492 എന്നാൽ അതേ തുടർന്ന് 17-ാം നൂറ്റാണ്ടിൽ അങ്ങോട്ട് വന്നത് ആരാണ്? ഇംഗ്ലണ്ടിന്റെ രാജാവിന്റെ മതപീഡനത്തെ തുടർന്ന് ഒരു വിഭാഗം ഇംഗ്ലീഷുകാർ മെഫ്ലർ എന്ന കപ്പലിൽ വടക്കേ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട്. ഇവരെ തീർത്ഥാടക പിതാക്കർ എന്നാണ് വിളിച്ചത്. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലൂടെ ആട്ടിയോടിക്കപ്പെട്ടു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അവര്, അതായത് ഇന്ത്യക്കാരെന്ന് വിചാരിച്ചിട്ട് ക്രിസ്റ്റഫർ കൊളംബസ് വിളിച്ച ആദ്യത്തെ അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായിട്ടുള്ള ജനങ്ങൾ എന്തായി? അവർ ഉൾഭാഗത്തോട്ടൊക്കെ ഓടിയൊളിക്കപ്പെട്ടു. എന്നാൽ യൂറോപ്യർ അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റും ഒക്കെ ആരാണ് കവർന്നത്? യൂറോപ്യരാണ് കവർന്നത്. തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. അവരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ ശേഖരിക്കണം, അതുപോലെ അവരുണ്ടാക്കി കൊണ്ടുവന്നിട്ട് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിറ്റഴിക്കണം. അങ്ങനെ ആ രീതിയിൽ ഒരു കമ്പോളമായിട്ടാണ് വടക്കേ അമേരിക്കയെ ഇംഗ്ലീഷുകാർ കണക്കാക്കിയത്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റിലിസം എന്ന് അറിയപ്പെട്ടത്. ഈ മെർക്കന്റിലിസം നിയമങ്ങൾ മുമ്പൊക്കെ നമ്മൾ വായിച്ചു വിടാറുണ്ടായിരുന്നെങ്കിലും ഇനി നമുക്ക് ഇതിനൊന്ന് കാര്യമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം
ഇത്തരം രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപക്ഷെ വരാം. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ പെടാത്തത് ഏത് പെട്ടത് ഏത് എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഒരുപക്ഷെ വരാം. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ: കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകൾ മാത്രമായിരിക്കും. അതായത് അവർ ഉപയോഗിക്കേണ്ടത് ഇംഗ്ലീഷ് കപ്പലുകളോ കോളനികൾ നിർമ്മിച്ച കപ്പലുകളോ ആയിരിക്കണം എന്നാണ് അതിൻ്റെ ഒരു ചുരുക്കം. കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതൊക്കെ ഇംഗ്ലീഷുകാരുടെ കപ്പലുകൾ തന്നെ ഉപയോഗിക്കണം എന്നത്. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കൂ. അതായത് ഇവിടെ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഇംഗ്ലണ്ടിലോട്ട് മാത്രമേ അയക്കാവൂ എന്നതാണ് മറ്റൊന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖ, ലൈസൻസ് തുടങ്ങിയവയെല്ലാം ഇംഗ്ലണ്ടിൻ്റെ മുദ്രയും പതിപ്പിക്കണം. എല്ലാ രേഖകളിലും ഇംഗ്ലണ്ടിൻ്റെ മുദ്ര വേണം. ഇംഗ്ലണ്ടിൻ്റെ കപ്പലുകൾ ഉപയോഗിക്കണം. അതുപോലെ ഇംഗ്ലണ്ടിലോട്ട് മാത്രമേ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാവൂ. മറ്റൊന്ന്, കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിൽ താമസവും അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ കോളനിക്കാർ തന്നെ നൽകണം. അവിടെ യൂറോപ്പിൽ കൊണ്ടുവന്നിട്ട് സൈന്യത്തിൻ്റെ താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും ഒക്കെ കോളനിക്കാർ തന്നെ നൽകണം. അതുപോലെ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവ ഇവിടെ ഇറക്കുമതി ചുങ്കം നൽകണം. അവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇറക്കുമതി ചുങ്കവും നൽകണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു മെർക്കന്റിലിസ്റ്റ് നിയമം. അടുത്തത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. നമുക്കറിയാം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് നയിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. അപ്പോൾ ഇത് അങ്ങനെ ഒരു കഥ പോലെ പഠിച്ചു വെക്കാം. ഒരു നികുതി ചുമത്തി, ആ നികുതി ചുമത്തിയതിന് ഒരു പ്രതിഷേധം വന്നു. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് 1773 ഡിസംബർ 16 അമേരിക്കക്കാർ എന്ത് ചെയ്യുന്നത്, റെഡ് ഇന്ത്യക്കാരുടെ വേഷമൊക്കെ ധരിച്ചിട്ട് അവരെ എവിടെ കയറുന്നു, ബോസ്റ്റൺ തുറമുഖത്തുണ്ടായിരുന്ന ഒരു ഇംഗ്ലീഷ് കപ്പലിലോട്ട് കയറുകയാണ്. നമുക്കറിയാം, കോളനികളിൽ ഇംഗ്ലീഷ് കപ്പൽ മാത്രം ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് ഇംഗ്ലീഷ് കപ്പൽ ധാരാളം ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു കപ്പലിലോട്ട് അവർ കയറിയിട്ട് അവർ കയറ്റുമതിക്കായിട്ട് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൽ ശേഖരിച്ച് വെച്ചിട്ടുള്ള 342 പെട്ടി തേയില കടലിലോട്ട് വലിച്ചെറിഞ്ഞു. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. ടീ പാർട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം തേയിലയാണ്. അപ്പം മെർക്കന്റിലിസ്റ്റ് നിയമത്തിലെ വ്യവസ്ഥകൾ അമേരിക്കൻ കോളനിവാസികളെ മാതൃരാജ്യത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ച അത് കുട്ടികൾക്കായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഈ നിയമങ്ങളിലെ വ്യവസ്ഥകളൊക്കെ അവരെ അമേരിക്കൻ കോളനിവാസികളെ മാതൃരാജ്യത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കായിട്ട് ചില ചിന്തകരുടെ ആശയങ്ങളൊക്കെ പ്രചോദനം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചിന്തകർ ആരൊക്കെയെന്ന് നോക്കാം. അതിൽ ജോൺ ലോക്ക് പറഞ്ഞിട്ടുള്ള അതേപടി പഠിക്കാം. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഓരോ മനുഷ്യനും മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാനും അതിനെ എതിർക്കാനും ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല എന്നാണ് ജോൺ ലോക്ക് പറയുന്നത്. തോമസ് പെയിൻ പറയുന്നത്, ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര, അതായത് വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടക്കി കഴിയണമെന്ന് യുക്തിക്ക് നിരക്കുന്നത്. ഒരുപാട് കാലം കീഴടക്കി കഴിയാമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാണ് ആര് പറഞ്ഞത്, തോമസ് പെയിൻ പറഞ്ഞത്. അപ്പോൾ ജോൺ ലോക്ക്, തോമസ് പെയിൻ രണ്ടുപേരുടെ കൊട്ടേഷൻ അതുപോലെ പഠിക്കാം. ജോൺ ലോക്ക് പറഞ്ഞത് മൗലിക അവകാശങ്ങളെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും കഴിയില്ല എന്നത്. തോമസ് പെയിൻ പറഞ്ഞത് എന്താണ്, ഒരു വിദേശ ശക്തിക്ക് ഈ വൻകരയെ ദീർഘകാലം അടക്കി ഭരിക്കാമെന്നത് കഴിയുന്ന കാര്യമല്ല എന്ന് പറയുന്നത്. അടുത്ത ഭാഗത്തോട്ട് പോകാം.
മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഡേറ്റ് ഓർക്കണം. ജോർജിയ ഒഴികെയുള്ള കോളനി പ്രതിനിധികളാണ് ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചത് 1774. ഇത് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. അപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകിയാൽ ഉൾപ്പെട്ടത് എന്തൊക്കെയാണ്? വ്യവസായങ്ങൾക്കും തുടർന്നുള്ള വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കുക, അതുപോലെ തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുത്. ഈ രണ്ട് കാര്യങ്ങളാണ് രാജാവിന് നിവേദനത്തിൽ കൊടുത്തിട്ടുള്ളത്. നിയന്ത്രണങ്ങൾ നീക്കണമെന്നും നികുതി ചുമത്തരുതെന്നും. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. രാജാവിന് അത് അടിച്ചമർത്താനായിട്ട് സൈന്യത്തെ അയക്കുകയാണ് ചെയ്തത്. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴി തെളിയിച്ചു. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടനെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യ കോണ്ടിനെന്റൽ കോൺഗ്രസിൽ മാത്രമാണ് ജോർജിയ മാറി നിന്നത്. പിന്നീടുള്ളതിലും ജോർജിയ സമ്മേളിച്ചിട്ടുണ്ടാകും. ഇത് സമ്മേളിച്ചത് എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ്. 1ഉം 2ഉം സമ്മേളിച്ചത് ഫിലാഡൽഫിയ. 1ന്റെ വർഷം 1774 രണ്ടാമത്തെ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സമയം. 1775 അതിൽ വെച്ചാണ് ജോർജ് വാഷിങ്ടനെ അവരുടെ സൈന്യത്തലവനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഈ സമയം തോമസ് പെയിൻ തന്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണ്ണ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ കോമൺ സെൻസ് എന്നത് ആരുടെ ലഘുലേഖയാണ്? തോമസ് പെയിൻ്റെ ലഘുലേഖയാണ്. അതിലാണ് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അതുപോലെ കോമൺ സെൻസ് എന്ന ലഘുലേഖയുടെ എഴുതിയത് തോമസ് പെയിൻ ആണ്. 1776 ജൂലൈ 4 അമേരിക്ക സ്വതന്ത്ര പ്രഖ്യാപനം നടത്തുന്നത്. സ്വതന്ത്ര പ്രഖ്യാപനം നടത്തുന്നത് 1776 ജൂലൈ 4 1776 ജൂലൈ 4 അമേരിക്ക സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത്. അത് എഴുതി തയ്യാറാക്കിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, തോമസ് ജെഫേഴ്സൺ എന്നീ അമേരിക്കക്കാരാണ്. അന്നേരം അതിലോട്ട് അവർ കൂടുതൽ വിവേകപൂർണമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാക്കി കൊടുത്തത് തോമസ് പെയിൻ എന്ന അമേരിക്കക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ലഘുലേഖയാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ലഘുലേഖയാണ്. ഓക്കെ. അപ്പോൾ തുടക്കം സ്വതന്ത്ര പ്രഖ്യാപനമാണ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇതിൽ സ്വതന്ത്ര പ്രഖ്യാപനം നൽകിയിട്ടുണ്ട്. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നതാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കപ്പെടുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്ക്. ഇതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഏകദേശം നമ്മുടെ മൗലികാവകാശങ്ങളൊക്കെ പോലെ തന്നെ. അത് നമുക്കറിയാം, മൗലികാവകാശങ്ങൾക്ക് നമ്മൾ ഓരോന്ന് കടമെടുത്തിട്ടുള്ളത് അമേരിക്കയിൽ നിന്നൊക്കെയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തുടർ ഭാഗമായിട്ടാണ് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നമ്മൾ കാണേണ്ടത്. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഈ പ്രഖ്യാപനത്തിൽ കണ്ടെത്താം? എല്ലാ മനുഷ്യരും തുല്യരാണ്, നമ്മൾ കാണുന്നുണ്ട്. എല്ലാവർക്കും അവകാശമുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? ഈ അവകാശങ്ങളെ നശിപ്പിക്കാൻ ഒരു ഭരണകൂടത്തിന് കഴിയില്ല. എന്നാലോ അത് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഉൾപ്പെട്ടുള്ള ഭരണകൂടങ്ങൾ ഉണ്ടാക്കണമെന്നും പറയുന്നുണ്ട്. എല്ലാ അവകാശങ്ങളും
ജനങ്ങൾക്ക് നൽകണം. ആ അവകാശങ്ങളെ ഒന്നും നശിപ്പിക്കുകയോ മാറ്റുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കയും കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരം അവസാനിക്കുന്നത് 1781 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികൾ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. ആ കോളനികളുടെയൊക്കെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് 1783 തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്ക ഭരണഘടന തയ്യാറാക്കി. അങ്ങനെ 1781 സ്വാതന്ത്ര്യ യുദ്ധം അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടിയിലൂടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. പിന്നെയും ഫിലാഡൽഫിയയിൽ ഭരണഘടനാ സമ്മേളനം നടന്നു. അതിൽ നേതൃത്വം നൽകിയത് ജെയിംസ് മാഡിസൺ ആണ്. അദ്ദേഹമാണ് ഭരണഘടന തയ്യാറാക്കിയത്. പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകൾ ആദ്യ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തതും ആരെയാണ്? ജോർജ് വാഷിങ്ടനെയാണ്. അപ്പോൾ ഇത്രയുമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാര്യങ്ങൾ. പിന്നീട് ഇതിനോട് അനുബന്ധിച്ചിട്ട് ആണ് നമുക്ക് ഫ്രഞ്ച് വിപ്ലവം എല്ലാം വരുന്നത്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ലോക ചരിത്രത്തിലെ ലോക വിപ്ലവങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് ഉണർവ് നൽകിയത് എന്ന് വെച്ച് പറയാം. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകിയിട്ടുണ്ട്. അതുപോലെ റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ല പ്രചോദനവും ലക്ഷ്യബോധമൊക്കെ നൽകി റിപ്പബ്ലിക്കൻ ഭരണരീതി ആശയം മുന്നോട്ട് വെച്ച ലോക വിപ്ലവം ഏതെന്ന് ചോദിച്ചാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അതേപോലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്കക്കാരാണ്. ആദ്യ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് ആരുടെ കീഴിലായിരുന്നു? ജെയിംസ് മാഡിസന്റെ കീഴിൽ. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം. ഇപ്പോൾ റിപ്പബ്ലിക്കൻ ഭരണരീതി, ഫെഡറൽ രാഷ്ട്രം, ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന, ഇതെല്ലാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ലോകത്തിന് ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഫ്രഞ്ച് വിപ്ലവമായിട്ട് വരാം. ഓക്കെ, ബൈ.